നമസ്കാരം. ഭാരതാംബ വിവാദം അത്ര പെട്ടെന്നൊന്നും തീരില്ല എന്ന ലക്ഷണമാണ് കാണുന്നത്. വീണ്ടും പുതിയ തലത്തിലേക്ക് വിവാദം നീളുകയാണ്. ഇപ്പോൾ നടന്ന സംഭവ വികാസങ്ങളൊന്ന് നോക്കാം. ഭാരതാംബ വിഷയത്തിൽ പരസ്പരം കത്തയച്ച് ഗവർണറും മുഖ്യമന്ത്രിയും തമ്മിൽ നേർക്കുനേർ വന്നിരിക്കുകയാണ്. മന്ത്രിമാരായ പി പ്രസാദും ശിവൻകുട്ടിയും തുടങ്ങിവെച്ചത് മുഖ്യമന്ത്രി ഏറ്റെടുത്തു കഴിഞ്ഞു. രാജ്ഭവനിലെ പരിപാടി വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി ബഹിഷ്കരിച്ചത് പ്രോട്ടോകോൾ ലംഘനമാണെന്ന് കുറ്റപ്പെടുത്തി ഗവർണറുടെ കത്ത് വന്നപ്പോൾ ഭരണഘടനാ വിരുദ്ധ ബിംബങ്ങളും ചിത്രങ്ങളും സർക്കാർ ചടങ്ങുകളിൽ പ്രദർശിപ്പിക്കുന്നതിനോട് യോജിപ്പില്ലെന്നും രാജ്ഭവനിലെ ഔദ്യോഗിക പരിപാടികളിൽ ഇവ ഒഴിവാക്കണമെന്നും ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിയുടെ കത്തും പുറത്തുവന്നു. ഗവർണർ പറയുന്നത് ഭാരതാംബ എന്നത് ഒരു പാർട്ടിയുടെ ആശയമല്ലെന്നും ഭരണഘടനാ അസംബ്ലി ഭാരതമാതാവ് എന്ന ആശയം അംഗീകരിച്ചിട്ടുണ്ടെന്നുമാണ്. മാത്രമല്ല, ഭരണഘടനാ സ്ഥാപനമായ രാജ്ഭവനെ ഒരു രാഷ്ട്രീയ സ്ഥാപനമായി ചിത്രീകരിക്കുന്നതും ഉചിതമല്ല. ഇതിനെപ്പറ്റി അടുത്ത മാസം ഗവർണർ രാഷ്ട്രപതിക്ക് റിപ്പോർട്ട് അയക്കുകയാണ്. എന്നാൽ മന്ത്രിസഭാ യോഗത്തിന്റെ തീരുമാനപ്രകാരമാണ് മുഖ്യമന്ത്രി ഗവർണർക്ക് കത്ത് നൽകിയിരിക്കുന്നത്. സർക്കാർ പരിപാടികളിൽ കാവിക്കൊടിയേന്തിയ ഭാരതാംബയുടെ ചിത്രം വയ്ക്കുന്നത് ശരിയല്ല. ഇനിയുള്ള പരിപാടികളിൽ ഇത് ഒഴിവാക്കണം. മതേതരത്വത്തെ വെല്ലുവിളിക്കുന്ന സംഘടനകളുടെ ചിത്രങ്ങൾ പാടില്ല തുടങ്ങിയ കാര്യങ്ങൾ മുഖ്യമന്ത്രി കത്തിലൂടെ നൽകിയപ്പോൾ അത് ഉപദേശ രൂപത്തിലല്ല, മറിച്ച് നിർദ്ദേശം പോലെയാണെന്നാണ് രാജ്ഭവൻ പറയുന്നത്. ഇതിനിടെ സർക്കാർ ഈ വിഷയത്തിൽ നിയമോപദേശം തേടിയിരുന്നു. ഔദ്യോഗിക ചിഹ്നങ്ങൾക്ക് പുറമെയുള്ളവ സർക്കാർ പരിപാടികളിൽ ഉപയോഗിക്കുന്നത് ഭരണഘടനാ വിരുദ്ധമാണ് എന്ന നിയമോപദേശം സർക്കാരിന് ലഭിച്ചതോടെയാണ് കത്തയപ്പ് നടന്നിരിക്കുന്നത്. ഭാരതാംബയുടെ ചിത്രം സംസ്ഥാനം നിർബന്ധമായും പാലിച്ചിരിക്കേണ്ട ഭരണഘടനാ പ്രതീകമല്ല എന്നാണ് സർക്കാരിന്റെ നിലപാട്. ഭാരതാംബയുടെ ആശയം ഇന്നും ഇന്നലെയും ഉണ്ടായതല്ലെന്നും ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ആശയമല്ലെന്നും ഗവർണർ പറയുന്നു. ഇന്ത്യയെ അമ്മയായാണ് ആദ്യകാലം മുതലേ കണ്ടിരുന്നത്. അതിനാൽ ഭാരതാംബയെ റോഡിലേക്ക് വലിച്ചിഴച്ച് ക്രമസമാധാന പ്രശ്നമുണ്ടാക്കരുത്. എല്ലാവരുടേതുമാണ് ഭാരതാംബ. കോടിക്കണക്കിന് ജനങ്ങളുടെ പ്രതീക്ഷയാണ്. സ്വാതന്ത്ര്യത്തിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ പ്രതീകമാണ്. അതിനാൽ ഇക്കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ല. ഇതൊക്കെയാണ് ഗവർണറുടെ വിശദീകരണത്തിലുള്ളത്. മന്ത്രി ശിവൻകുട്ടി കുട്ടികളുടെ മുന്നിൽ വെച്ച് പ്രതിഷേധിച്ചിറങ്ങിപ്പോയത് ഒട്ടും ശരിയായില്ല. പ്രോട്ടോകോൾ ഓരോരുത്തരും പാലിക്കേണ്ടതാണ് എന്നും ഗവർണർ കൂട്ടിച്ചേർക്കുന്നു. ഇതിനിടെ കേരള സർവകലാശാല സെനറ്റ് ഹാളിൽ നടന്ന പരിപാടിയാണ് ഇപ്പോൾ കൂടുതൽ വിവാദമുണ്ടാക്കിയത്. സംഘാടകരായ ശ്രീ പത്മനാഭസ്വാമി സേവാ സമിതി VCക്കും രജിസ്ട്രാർക്കും പരിപാടി നടത്തുവാൻ സെനറ്റ് ഹാളിനായി അപേക്ഷ നൽകിയിരുന്നു. ഇതേ തുടർന്ന് VC ഹാൾ വിട്ടു നൽകാൻ ഉത്തരവ് നൽകി. മതപരമായ ചടങ്ങുകളോ പരിപാടികളോ നടത്തരുത് എന്ന നിബന്ധനകളോടെയാണ് താൽക്കാലിക അനുമതി നൽകിയത്. എന്നാൽ കാവിക്കൊടിയേന്തിയ ഭാരതാംബ ചിത്രം ഹാളിലെ വേദിയിൽ സ്ഥാപിച്ചപ്പോൾ അത് എടുത്തു മാറ്റുവാൻ രജിസ്ട്രാർ നിർദ്ദേശം നൽകി. ഇതിന് സംഘാടക സമിതി തയ്യാറാകാതെ വന്നപ്പോൾ പരിപാടിക്കുള്ള താൽക്കാലിക അനുമതി റദ്ദാക്കി. അനുമതി റദ്ദാക്കിയിട്ടും ഗവർണറെ കൊണ്ടുവന്ന് പരിപാടി നടത്തിയതോടെ സർവകലാശാല ആസ്ഥാനത്ത് സംഘർഷവും നടന്നു. ഇപ്പോൾ ഇതിൽ പോലീസ് കേസെടുക്കുകയും ചെയ്തു. SFI KSU പ്രവർത്തകർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. ഇതോടെ വിദ്യാർത്ഥി സംഘടനകൾ പ്രതിഷേധം കടുപ്പിക്കുവാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഹാൾ അനുവദിക്കുവാനുള്ള വ്യവസ്ഥ സംഘാടകർ പാലിച്ചില്ലെന്ന് കാണിച്ച് സർവകലാശാല DGPക്ക് പരാതി നൽകി. എന്നാൽ സംഘാടകർ പണം നൽകി വാടകയ്ക്കെടുത്ത ഹാളിൽ മുൻകൂട്ടി തയ്യാറാക്കിയ പദ്ധതി അനുസരിച്ച് രജിസ്ട്രാർ തടസ്സമുണ്ടാക്കിയെന്നാണ് BJPയുടെ ആരോപണം. സംഘാടകരെ അറിയിക്കാതെ രാജ്ഭവനിൽ വിളിച്ച് പരിപാടി റദ്ദാക്കിയതായി രജിസ്ട്രാർ അറിയിച്ചെന്നും BJP പറയുന്നു. ഇതിനിടെ രാജ്ഭവനെ RSS കേന്ദ്രമാക്കുവാൻ ഗവർണർ ശ്രമിച്ച ഘട്ടങ്ങളിലൊക്കെ മുഖ്യമന്ത്രി മൗനം പാലിച്ചതാണ് ഈ സാഹചര്യം വഷളാക്കുവാൻ സഹായിച്ചതെന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ പ്രസ്താവന. ഇനി ഈ സംഭവത്തിന്റെ പ്രത്യാഘാതങ്ങൾ കണക്കിലെടുത്താൽ ഈ വിവാദങ്ങൾ ശരിയായ ഭരണനിർവഹണത്തിന് തടസ്സം സൃഷ്ടിക്കുന്നു എന്നതാണ് മറ്റൊരു വസ്തുത. ഇന്ന് രാജ്യവും ജനങ്ങളും നേരിടുന്ന യഥാർത്ഥ പ്രശ്നങ്ങൾ ശ്രദ്ധിക്കുകയോ ചർച്ചാ വിഷയമാകുകയോ ചെയ്യാതെ ഇത്തരം വിവാദങ്ങൾ ഭരണഘടന വാഗ്ദാനം ചെയ്ത ഭരണനിർവഹണത്തിൽ നിന്ന് മാറിപ്പോകുകയാണ്. അടിസ്ഥാനപരമായി ഓരോ രാഷ്ട്രീയ കക്ഷികൾക്കും വ്യത്യസ്ത വിശ്വാസ പ്രമാണങ്ങൾ അവരുടേതായി ഉണ്ട്. അത് ആരിലും പരസ്പരം അടിച്ചേൽപ്പിക്കപ്പെടേണ്ടവയല്ല. ഭാരതമാതാവ് എന്ന സങ്കല്പം ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരകാലം മുതൽ തന്നെ ജനങ്ങളിൽ ആവേശം നിറച്ചതാണ്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് വിവിധ രാഷ്ട്രീയ സാംസ്കാരിക സംഘടനകൾ വെച്ചു പുലർത്തുന്ന വിശ്വാസങ്ങൾക്ക് ഭരണഘടനയുടെ പിൻബലമില്ല. ഈ വിഷയം എന്തായാലും കോടതിയിൽ വലിയ വിവാദങ്ങൾക്ക് ഇടയാക്കുമോ എന്നതാണ് ഇനി കാണേണ്ട കാര്യം. ഒട്ടും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാതെ ഗവർണറും സർക്കാരും
പരസ്പരം കൊമ്പ് കോർക്കുമ്പോൾ ഇതിൽപ്പെട്ട് കേരളം അഭിമുഖീകരിക്കുന്ന നിരവധി വിഷയങ്ങൾ മുങ്ങിപ്പോകുമോ എന്നതാണ് മറ്റൊരു ആശങ്കയുണർത്തുന്ന കാര്യം. ഇതെവിടെ വരെ പോകും എന്നതും കണ്ടറിയേണ്ട കാര്യമാണ്. മറ്റൊരു വാർത്താ വിശേഷവുമായി വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം.